വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, കെ കൊച്ചിൻ്റെ ബന്ധുക്കളെ, മറ്റ് സഹൃദയരെ, കെ കൊച്ചിനെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും ഇതിനെ ഭാഗമായി സംസാരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ്. കെ കൊച്ചിൻ്റെ മരണാനന്തരം മനോരമ പത്രം സംഘടിപ്പിച്ച ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സംവാദം തുടങ്ങുമ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യം, അല്ലെങ്കിൽ സദസ്സിനോട് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് കെ കൊച്ചിനെ പോലുള്ള പ്രതിഭകളെ നമുക്ക് ജീവിക്കുന്ന കാലത്ത് അർഹിക്കും വിധത്തിൽ അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ അവരെ മരണാനന്തരം മാത്രം കണ്ടെത്തുന്നത് എന്നതായിരുന്നു. തീർച്ചയായും ഇതൊരു വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ കെ കൊച്ചി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് മുമ്പിൽ വെച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം കെ കൊച്ചി നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിൽ, മുഖ്യധാരാ സംവാദങ്ങളിൽ, മുഖ്യധാരാ ആഖ്യാനങ്ങളിൽ, മുഖ്യധാരാ ജീവിത സ്ഥലിയിൽ നിലനിന്ന ഇരുട്ടിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് സ്വയം കത്തിത്തീർന്ന ഒരു തീജ്വാലയായിരുന്നു വാസ്തവത്തിൽ. നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഓർക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, അദ്ദേഹം സ്വയം കത്തിത്തീരുകയായിരുന്നു. കാരണം ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ ആവൽക്കരമായി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ട് സ്വയം കത്തിത്തീരുന്നതറിയാതെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി, മറ്റുള്ളവർ കാണാത്ത, മറ്റുള്ളവർ പറയാത്ത, മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയോ മറച്ചു വെച്ച ഒട്ടനവധി യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം പകരാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ജീവിതം നിരന്തരം ഉപയോഗിച്ചത്. അത് പല വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. എനിക്ക് കെ കൊച്ചിനെ തിരിച്ചറിയാൻ വളരെ വൈകിയാണെങ്കിലും സാധിച്ചിരുന്നു. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി വിഭാഗം തലവനായ സമയത്ത് 2012 എൻ്റെ ഓർമ്മ, കെ കൊച്ചിൻ്റെ ഒരു പ്രഭാഷണം അവിടെ ഫിലോസഫി വകുപ്പിൽ വെച്ചിരുന്നു. അപ്പം പലരും എന്നോട് ചോദിച്ചു, കെ കൊച്ച് ഇവിടെ എന്താ പ്രസംഗിക്കുക? ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിലോസഫി അധ്യാപകരും വിദ്യാർത്ഥികളും, ഫിലോസഫി അധ്യാപകർ മാത്രമായിരുന്നില്ല അവിടെ, ഫറൂഖ് കോളേജിലൊക്കെ ഉള്ള കൊച്ചിനെ അറിയാവുന്ന പല സുഹൃത്തുക്കളായ അധ്യാപകരും അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ചരിത്രത്തിലെ നമ്മുടെ കാണാപ്പുറങ്ങളെ പറ്റി വളരെ ഗഹനമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയത് ഞാൻ എന്നും ഓർക്കുന്നതാണ്. അതുപോലെ തന്നെ കെ കൊച്ച് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഏറ്റവും അവസാനമായി ലഭിച്ചിട്ടുള്ള നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള നാരായണൻ്റെ പേരിലുള്ള അവാർഡ് നിർണയ കമ്മിറ്റിയിൽ യാദൃശ്ചികമായി ഞാനും പങ്കാളിയായിരുന്നു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സംതൃപ്തി നൽകുന്ന, സന്തോഷം നൽകുന്ന ഓർമ്മതയാണ്. അങ്ങനെ മറ്റു ചില അവസരങ്ങൾ കൂടിയുണ്ട്, ഞാനെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആ നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ തന്നെ ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ വായിക്കുന്ന മുഖ്യധാര ആഖ്യാനങ്ങളിൽ കാണാതെ പോയിട്ടുള്ള, അറിയാതെ പോയിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് അദ്ദേഹം നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. ആ പ്രദേശങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ, ഇതുവരെ കേട്ടില്ലല്ലോ, ഇതുവരെ അറിഞ്ഞില്ലല്ലോ, ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ, ഇതുവരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിച്ചല്ലോ എന്ന കുറ്റബോധം നമ്മളെ തന്നെ വേട്ടയാടും. അങ്ങനെ വേട്ടയാടപ്പെട്ട ഒരു ദൈക്ഷണിക ജീവിതം എനിക്കുണ്ട് എന്ന് തുറന്നു പറയാൻ എനിക്കിവിടെ മടിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാനിപ്പോൾ ഏറ്റവും അവസാനം എൻ്റെ ആത്മകഥ എഴുതിയത് പോലും കെ കൊച്ചിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഏതൊരു മനുഷ്യനും അദ്ദേഹം എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തെങ്കിൽ അദ്ദേഹം തീർച്ചയായും അത് പൊതു മണ്ഡലത്തിൽ എത്തിക്കണം. അത് എത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ വരേണ്യവർഗങ്ങളുടെ ചരിത്രത്തെ
സംസ്കാരത്തെ, അധീശാധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യൽ കൂടിയാണ്. അതിന് നമ്മൾക്ക് അനിവാര്യമായി വേണ്ടത് ഒന്ന് കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയാണ്. അത് കെ കെ കൊച്ചിനുണ്ടായിരുന്നു. അത് അദ്ദേഹം ജീവിതത്തിലുടനീളം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ജീവിതത്തിനുടനീളം അപഗ്രഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം നിരന്തരം അദ്ദേഹത്തെ തന്നെ മാറ്റി പുതുക്കി പണിതുകൊണ്ട് പ്രവർത്തിക്കുകയും എഴുതുകയും ആഖ്യാനങ്ങൾ ചമക്കുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം നമുക്ക് വേണ്ടത്, ഈ ഒരുപാട് വായിച്ചത് കൊണ്ട് കാര്യമില്ല. അംബേദ്കർ പറയുന്ന പോലെ ഒരുപാട് വായിച്ച പണ്ഡിതന്മാർ ധാരാളം ഉണ്ടാവും. അങ്ങനെ ധാരാളം പാലുള്ള ഒട്ടനവധി മൃഗങ്ങളുണ്ട്. അവരുടെ പാലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ പാല് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന, അതിനെ മനുഷ്യന്, സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടിലുള്ള, കീഴാളരായിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട, ഒതുക്കപ്പെട്ടിട്ടുള്ള, പാറ്റിവെക്കപ്പെട്ട മനുഷ്യരിലേക്ക് വെളിച്ചമായി പരിവർത്തിപ്പിക്കാനുള്ള ധൈഷണിക ശേഷി വേണം. അതും കെ കെ കൊച്ചിനുണ്ടായിരുന്നു എന്ന് നിസ്സംശയം അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മോട് പറയുന്നുണ്ട്. ഇതിന് രണ്ടും ഉണ്ടായാലും കാര്യമില്ല, നമുക്ക് ധൈര്യമില്ലെങ്കിൽ. നമുക്ക് നിർഭയമായിട്ട്, മാർക്സൊക്കെ പറയുന്നുണ്ട്, തത്വചിന്തയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നിർഭയത്വം ആവശ്യമാണെന്ന്. കാരണം നമ്മൾ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ മതത്തിൽ എത്ര പറയാൻ പറ്റില്ല എന്നുള്ളൊരു പരിധിയുണ്ട്. അവിടെ ദൈവം, പ്രവാചകൻ, അല്ലെങ്കിൽ അതുപോലുള്ള സ്വർഗം, നരകം, ഇതൊക്കെ നമ്മളെ നിയന്ത്രിക്കും. നമ്മൾ ശാസ്ത്രീയമായി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ചില കാര്യം പറയുമ്പോൾ ഒന്ന് സംശയിക്കും, ഇത് ശാസ്ത്രീയമാണോ? നമുക്കറിയില്ല എത്രത്തോളം ശാസ്ത്രീയമാണ്, ശാസ്ത്രം ഇപ്പോൾ എവിടെ എത്തി, ഇനിയും ശാസ്ത്രം ഇത്ര മുന്നോട്ട് പോകും എന്നറിയാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്തംഭിച്ചു പോകും. പക്ഷേ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. തത്വചിന്ത എന്നുള്ളത് നമുക്ക് നിരന്തരം ചിന്തിക്കാവുന്ന, അപഗ്രഥിക്കാവുന്ന, നമ്മുടെ അന്വേഷണങ്ങളെ എത്രയും എവിടേക്കും വികസിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് കെ കെ കൊച്ച് ഈ നിർഭയത്വത്തോടു കൂടി പുതിയൊരു രീതിശാസ്ത്രവും പുതിയൊരു അന്വേഷണവും പുതിയൊരു മാതൃകയും നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ചെയ്തത്. ഇനി കേരളത്തിൽ അങ്ങോട്ട് ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, സംസ്കാരത്തിലോ സാമൂഹികമായിട്ടുള്ള പാഠങ്ങളിലോ ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രരചനയിൽ ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള അപഗ്രഥനം നടത്തുന്ന അക്കാദമികവും അനക്കാദമികവുമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കെ കെ കൊച്ചി എന്ന് പറയുന്ന ദിഷ്ണാശാലിയെ പരിഗണിക്കാതെ, അദ്ദേഹത്തിൻ്റെ രചനകൾ നോക്കാതെ, അതിലൂടെ കടന്നു പോകാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായും കെ കെ കൊച്ചിനെ പോലുള്ള ഒരു പ്രതിഭയെ നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളത്, തിരിച്ചറിഞ്ഞ ഒട്ടനവധി ആളുകൾ തീർച്ചയായും ഉണ്ടാവും. പക്ഷേ നമ്മുടെ പൊതുമണ്ഡലം അങ്ങനെയാണ്. പൊതുമണ്ഡലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ചരിത്രത്തിൽ ഒരുപാട് പേർ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിലരെക്കുറിച്ചൊക്കെ വളരെ പ്രയാസപ്പെട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കെ കെ കൊച്ചി ഇനിയുള്ള കാലത്ത് ആവുകയില്ല. കാരണം ഇപ്പം വലിയ രീതിയിലുള്ള ധൈഷണികർ ദളിത വിഭാഗങ്ങളിൽ നിന്ന്, കീഴാള വിഭാഗങ്ങളിൽ നിന്ന്, മറ്റ് അവഗണിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒക്കെ കേരളത്തിൽ ഉയർന്നു വരികയാണ്. ഇത് വളരെ പ്രധാനം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ, ഡോക്ടർ ബിജു ഒക്കെ സൂചിപ്പിച്ച പോലെ, എത്ര ഉയർന്ന തസ്തികയിലിരുന്നാലും, എത്ര ഉയർന്ന ധൈഷണിക ധീരതയും കഴിവുണ്ടായാലും നിങ്ങളെ ഇരുട്ടിൽ നിർത്താൻ ഇവിടുത്തെ ഈ പറയുന്ന വരേണ്യ വിഭാഗങ്ങൾക്ക്, അവരുടെ ആശയാധികാര വ്യവസ്ഥക്ക് ശേഷിയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് മുറിച്ചു കിടക്കണമെങ്കിൽ, അത് മറികടക്കണമെങ്കിൽ, അത് ഉല്ലംഘിക്കണമെങ്കിൽ തീർച്ചയായും വലിയൊരു നിര ബുദ്ധിജീവികൾ തന്നെ, ബുദ്ധിജീവി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അംബേദ്കർ പറയുന്ന, അന്റോണിയോ ഗ്രാംഷി പറയുന്ന ബുദ്ധിജീവി എന്ന് പറയുന്നത് എവിടെയെങ്കിലും കസേരയിൽ അടങ്ങിയിരിക്കുന്ന ശ്ലോകങ്ങൾ ചൊല്ലുന്ന പണ്ഡിതനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ജൈവികമായി കണ്ടുകൊണ്ട് അതൊരു സാമൂഹിക യാഥാർത്ഥ്യമായി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പരിവർത്തിക്കും വിധത്തിൽ വായിച്ചെടുക്കുന്ന, അവതരിപ്പിക്കുന്ന, ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരെയാണ്. അത്തരത്തിലുള്ള ഒട്ടനവധി മനുഷ്യർ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നിങ്ങൾ ചാപ്പകുത്തി അകറ്റിയാൽ അവരകലുന്നതല്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ ഒരു ചാപ്പയും അവർ കൂസുന്ന കാലം, അവർ അതിനെ കീഴടങ്ങി, അവർ ഓച്ചാനിച്ച് അയ്യോ അടിയൻ ലച്ചിപ്പോ എന്ന് പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഇവിടുത്തെ വരേണ്യ വിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് മാത്രമല്ല മൊത്തം സമൂഹത്തിനും നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കെ കെ കൊച്ചിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ
ശിരസ് കുരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.